is Shibina, your mentor. Welcome to How to Make It Easy. ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചത്. അതായത് 2 ദിവസം മുന്നേ +2 പഠിക്കുന്ന ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്. അവൻ എല്ലാ സബ്ജക്റ്റും പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവനൊന്ന് റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അവന് ഭയങ്കര ടെൻഷനായി. ഇനി എക്സാമുകൾ എത്തുന്ന സമയത്ത് എനിക്കൊന്നും ഓർമ്മ കിട്ടില്ലേ, എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റില്ലേ, റിസൾട്ട് വരുമ്പോൾ ഞാൻ തോറ്റുപോകുമോ എന്നൊക്കെയുള്ള പേടി മൂലമാണ് അവൻ മരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു തോട്ടം മക്കളെ നിങ്ങളുടെ എല്ലാവരും മനസ്സിലും ഇപ്പൊ കടന്നു പോകുന്ന സമയമാണ്. കാരണം നിങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ആൾക്കാർ നിങ്ങൾക്ക് തരുന്ന സമയം കൂടിയാണ്. നിങ്ങൾ ഫുൾ A+ വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും മാർക്ക് വാങ്ങണം. നീ എന്തായാലും വാങ്ങും, നിന്റെ ചേച്ചിയും ചേട്ടനൊക്കെ നല്ല മാർക്ക് വാങ്ങിയതാണല്ലോ, അതുകൊണ്ട് തന്നെ നീയും എന്തായാലും മാർക്ക് വാങ്ങല്ലോ. ഇത്തരത്തിലുള്ള ഒരുപാട് തോട്ട്സ് ചുറ്റിലുമുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഇൻജക്ട് ചെയ്തിരുന്ന സമയമാണിത്. അത്തരത്തിലുള്ള തോട്ട്സ് ആണ് നിങ്ങളെ പേടിപ്പിക്കുകയും ഒരു മരണത്തിലേക്കൊക്കെ നയിക്കുകയും ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും പല തരത്തിലുള്ള ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും കൊണ്ടെത്തിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ ചിന്തിക്കുന്ന ഒന്നും ആയിരിക്കില്ല റിയൽ ആയിട്ട് നടക്കാൻ പോണത്. നിങ്ങളിപ്പം ഭയങ്കര പഠിക്കുന്നുണ്ടാവും, എക്സാമിന് ഭയങ്കര ടഫ് ആണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് പല കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇതേ കൺസെപ്റ്റ് തന്നെയായിരിക്കും, ഞാൻ പഠിക്കാത്ത കൺസെപ്റ്റ് തന്നെയായിരിക്കും എക്സാമിന് വരിക എന്നാണ് നിങ്ങൾ ചിന്തിക്കുക. എന്തുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റുന്നില്ല? ഞാൻ പഠിച്ച കുറെ ഭാഗങ്ങളുണ്ട്, ഓക്കെ, ചിലപ്പോൾ അവിടുന്ന് തന്നെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക, ഞാൻ എന്തായാലും അത് നന്നായിട്ട് എഴുതും, അതുകൊണ്ട് ബാക്കി പഠിക്കാത്ത ഭാഗം കുറച്ചും കൂടി ഞാൻ നന്നായിട്ട് പഠിക്കണം. ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കൂളായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് വരികയാണ്, അല്ലെങ്കിൽ മതി ഇവിടെ നിന്ന് അവസാനിപ്പിക്കാം, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, റിസൾട്ട് വരുമ്പോൾ എനിക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എനിക്കൊരു മെസ്സേജ് നിങ്ങൾ അയക്കാം, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ടെൻഷൻ അടിക്കുന്ന കുട്ടികൾ ആരാണ്? ഒന്നും പഠിക്കാതെ ഈ സമയം വെറുതെ കളിച്ചിരിക്കുന്ന കുട്ടികളാണ് പിന്നെ ടെൻഷൻ അടിക്കേണ്ടത്. അവരുടെ ടെൻഷൻ അടിക്കാൻ തന്നെ വേണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്. കാരണം അവർ ഈ എക്സാമിന്റെ സമയത്തൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വെറുതെ കളിച്ച് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നടക്കും. എന്നിട്ട് റിസൾട്ട് വരുമ്പം അവർ ഈ കളിച്ച് നടക്കുന്ന സമയത്ത് തന്നെ അവിടെ കഷ്ടപ്പെട്ട് ഉറങ്ങാതെ എനിക്ക് എന്തെങ്കിലും എത്തണം, നേടണം, എന്റെ സ്വപ്നത്തിൽ എനിക്ക് എത്തണം, എന്റെ പാരന്റ്സിന് എനിക്ക് പ്രൗഡ് ആക്കണം, എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ എനിക്ക് തല ഉയർത്തി നിൽക്കണം എന്ന് വിചാരിച്ച് പഠിച്ചൊരു കുട്ടിയുണ്ട്. നിങ്ങൾ ഇവിടെ കളിച്ച് എൻജോയ് ചെയ്ത് ഉറങ്ങി നടക്കുന്ന സമയത്തും അവൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവില്ല പകലില്ലാതെ അവൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ റിസൾട്ട് വേണം എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും ഒരു തുല്യത ഉണ്ടോ? ഇല്ല. അപ്പൊ അവൻ എന്തായിരിക്കും? നല്ല മാർക്ക് എന്തായാലും കിട്ടും. അപ്പൊ നിങ്ങൾ പറയും അവന്റെ ഒരു ഭാഗ്യം, അവനൊക്കെ നല്ല മാർക്ക് ഉണ്ട്. അത് അവന്റെ ഭാഗ്യമല്ല, അവന്റെ കഷ്ടപ്പാടാണ്. നിങ്ങൾ കളിച്ച് നടന്ന സമയത്ത് അവനെ പഠിച്ചത് കൊണ്ടുള്ള കഷ്ടപ്പാടിന്റെ റിസൾട്ടാണ് അവൻ അവിടെ കിട്ടിയ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ആയിട്ടുള്ള സമയം നിങ്ങൾ കളിച്ച് നടന്നതിനുള്ള റിസൾട്ടാണ് നിങ്ങൾ തോറ്റു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പോയിട്ട് രണ്ടുപേരെയും ഒരേപോലെ കമ്പയർ ചെയ്യാൻ ഒന്നും നിൽക്കരുത്. കാരണം കഷ്ടപ്പെട്ടാൽ അവനവിടെ റിസൾട്ട് കിട്ടിയിരിക്കും. മനസ്സിലായല്ലോ? അങ്ങനെ ഇപ്പൊ പഠിക്കാണ്ട് നടക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഓർത്തോ, നിങ്ങൾ കഷ്ടപ്പെടും, നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും, നിങ്ങൾ കരയും. ഞാൻ നിങ്ങളോട് ഫുൾ A+ വാങ്ങണമെന്നോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങണമെന്നോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങളെ കൊണ്ട് എന്താണ് പറ്റുന്നത് ആ കഴിവിന്റെ മാക്സിമം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അത് ചെയ്യാതെ വെറുതെ കളിച്ച് നടക്കല്ല വേണ്ടത്. ഈ എക്സാമിന്റെ സമയത്തും ഒരു സീരിയസും അല്ലാതെ ഒന്നും പഠിക്കാൻ തോന്നാതെ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കുന്ന ഒരുപാട് കുട്ടികൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അറിയുന്നത്. ചേച്ചി എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ചേച്ചി ഞാൻ എപ്പോഴും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഇത്ര പഠിച്ചാൽ മതിയോ, ജയിക്കാനുള്ള മാർക്കൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ എത്രത്തോളം താഴ്ന്ന ലെവലിലാണ് കാണുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് പഠിക്കാൻ, ഞാൻ ജയിക്കാനുള്ള മാർക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, അത് മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്കാണോ വേണ്ടത്? അല്ല. ബാക്കി എല്ലാവർക്കും നിങ്ങളെ കൂടെ തന്നെ ക്ലാസ്സിലിരുന്ന എല്ലാവരും, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചർ ഒരുപോലെയാണ് ക്ലാസ് എടുക്കുന്നത്, എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടുന്നത്, എല്ലാവർക്കും പഠിക്കാൻ ഒരേ സമയമാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചുറ്റിലും ഒരുപാട് റിസോഴ്സസ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഫോണുകളുണ്ട്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചു നോക്കാൻ ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വിളിച്ചു നോക്കാൻ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാം ഉള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും അയ്യോ എനിക്കിപ്പം ജയിക്കാനുള്ള മാർക്കൊക്കെ മതി എന്ന് പറയുന്നുണ്ടല്ലോ, അത് നിങ്ങളെ തന്നെ ഏറ്റവും വാല്യൂ കുറവായിട്ട് കാണുന്ന ഒരു തരത്തിലുള്ള ചിന്തകളിൽ നിന്നാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെ മാക്സിമം, നിങ്ങളുടെ 100% കപ്പാസിറ്റി എന്ന് പറയുന്നത് ജയിക്കാനുള്ള കപ്പാസിറ്റി വരെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുള്ളതിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള കപ്പാസിറ്റി, പക്ഷെ നിങ്ങൾ ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ തോക്കാൻ നിങ്ങൾ റെഡി ആയിക്കോളൂ. തോൽവി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയാണ്. പഠിക്കാനുള്ള ബുക്കും സാധനങ്ങളൊക്കെ അവിടെ വെച്ച് അതിന് കുറച്ചു നേരം ഉറങ്ങാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും. ഫെയർവെൽ അല്ലേ, ഇനി കുറച്ച് ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ട്രിപ്പിന് പോകാണ്ട് ആ ട്രിപ്പിനെ പറ്റി ആലോചിക്കാം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ ട്രിപ്പും ഉറക്കവും ഒക്കെ ആ ഒരു ടെമ്പററി പീരീഡുള്ള സാധനങ്ങളാണ്. നിങ്ങൾ പഠിച്ച് നല്ലൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ട്രിപ്പും നിങ്ങൾ വിചാരിക്കുന്ന പോലെ കിടന്നുറങ്ങാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. ഇല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കീഴിൽ പോയിട്ട് ഇങ്ങനെ കാത്തു നിന്ന് ലീവിന് അപേക്ഷിച്ച് ഒരു ലീവും കിട്ടാതെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെ വെറുത്തു പോകും. അതുകൊണ്ട് പഠിക്കാനുള്ള സമയം പഠിക്കുക, അല്ലാതെ മറ്റവന് നല്ല മാർക്ക് ഉണ്ട് എനിക്ക് മാർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പഠിക്കാണ്ട് നടത്താൻ ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ ഒരു സിസ്റ്ററിനെ പോലെയാണ് ഇത് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഇത് എടുക്കണം. കാരണം പരീക്ഷ തുടങ്ങിയിട്ടും ആ ഒരു സീരിയസ്നെസ് വന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോൾ വരാനാണ്? അതുകൊണ്ട് നിങ്ങൾ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അത് നിങ്ങൾ മൈൻഡിൽ വരണം. നിങ്ങൾ പഠിച്ച കുട്ടികളാണെങ്കിൽ ഒരു
തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും നിങ്ങളെ മൈൻഡിലേക്ക് വരാൻ പാടില്ല. നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ 10 വർഷത്തെ ഹാർഡ് വർക്ക് ആണ്. അത് നിങ്ങൾ ഓവർ തിങ്കിങ് കൊണ്ട് മാത്രം നിങ്ങളത് പോയി നശിപ്പിക്കാൻ നിൽക്കരുത്. അപ്പൊ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേര് നല്ല ട്രസ്റ്റ് ഉണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവാ. എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാൻ നിങ്ങൾ മറക്കണ്ട. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പം എല്ലാവരും പഠിക്കാൻ വേണ്ടി റെഡി ആവാട്ടോ. കാരണം ഇപ്പൊ 2-3 എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി എക്സാം ഒക്കെ നിരന്ന് കിടക്കുകയാണ്. നോമ്പല്ലേ, പഠിക്കാൻ പറ്റുന്നില്ല, നോമ്പിന്റെ സമയത്തൊക്കെ എങ്ങനെയാ പഠിക്കുക, ഇതൊക്കെ എക്സ്ക്യൂസ് ആണ്. നോമ്പിന്റെ സമയത്തും പരീക്ഷ എഴുതി ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും നല്ല മക്കളായിട്ട് പഠിക്കുക. സമയം വേസ്റ്റ് ചെയ്യല്ലേ. പിന്നെ നിങ്ങൾ ഒരുപാട് കാര്യം നിങ്ങൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യും. ഒരു 10 മിനിറ്റെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. സോ എല്ലാവരും നല്ല മക്കളായിട്ട് ഇനി പഠിക്കുന്നതന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ഓണാക്കാനും ആരും മറക്കണ്ട. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം. നിങ്ങൾ ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.